إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من نفس واحدة وخلق منا زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين قال رسول الله صلى الله عليه وسلم يا أيها الناس توبوا إلى الله إني أتوب إلى الله في اليوم 100 مرة رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സംശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം ശരീരത്തിടുന്നതുപോലെ നിങ്ങളും ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പുലർത്തിക്കൊണ്ട് ആക്ഷേപത്തിനായി ഈമാനിക്ക് മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ കുത്തുബയിൽ നമ്മൾ പറഞ്ഞത് പരദൂഷണത്തെക്കുറിച്ചാണ്. കാലികമായിട്ട് അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞു തന്നത്. ഇനിയും അത് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടുന്ന മറ്റൊരു സൽക്രമമാണ് തൗബ എന്ന് പറയുന്നത്, പശ്ചാത്താപം. ഈ തൗബ എല്ലാവരും കുല്ലു ബനി ആദമു ഖത്താഊനാണ്. ആദമിൻ്റെ സന്തതികളൊക്കെ തെറ്റ് സംഭവിക്കുന്നവരാണ്, തെറ്റ് ചെയ്യുന്നവരാണ്. എന്നിട്ട് തെറ്റ് ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. തെറ്റ് ചെയ്യൽ സംഭവിക്കാമെന്ന അർത്ഥം. കുല്ലു ബനി ആദമു ഖത്താഊന വ ഖൈറൽ ഖത്താഈന. ആ തെറ്റ് സംഭവിച്ചവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഉത്തമൻ അത്തൗവാബൂനാണ്, പശ്ചാത്താപിക്കുന്നവരാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തെക്കുറിച്ച് തൗബയുടെ ഷർത്തുകൾ, ഫർളുകൾ എന്തൊക്കെയാണ്, ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങൾ, ഈ സമയത്ത് അല്ലാതെ തന്നെ എല്ലാ സമയത്തും തൗബ ചെയ്യേണ്ടവരും. ആദ്യമായിട്ട് തൗബ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അൽ-ബഖറയിലെ രണ്ടാം അധ്യായത്തിലെ 37-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എന്താ ഇതിൽ പറയുന്നവരോ, ഫതലഖ ആദമു റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു തവ്വാബുർ റഹീം. ആദ്യമായിട്ട് ആദം നബി സ്വല്ലല്ലാഹു വസ്സലാം, നമ്മുടെ പിതാമഹൻ തന്നെയാണ് പശ്ചാത്താപം ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സ്വർഗത്തിൽ വെച്ച് ആദം നബി സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ അടുക്കിൽ നിന്ന് അങ്ങനെ ഒരു പാകപ്പിഴവ് സംഭവിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് പോരേണ്ടി വന്നല്ലോ. അപ്പോൾ അന്ന് മറ്റൊരു പ്രവാചകന്മാർ വരാനോ പഠിപ്പിച്ചു കൊടുക്കാനോ ആരുമില്ല. പക്ഷേ ഖുർആനിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഫതലഖ ആദമു റബ്ബിഹിന. അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് തന്നെ തൻ്റെ രക്ഷിതാവിൻ്റെ ഭാഗത്ത് ചില വചനങ്ങൾ കരസ്ഥമാക്കി പഠിച്ചു. അപ്പോൾ അള്ളാഹുവിനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവാം പശ്ചാത്താപിക്കണം എന്ന് പറഞ്ഞിട്ട്. ഫതലഖ ആദമു റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു തവ്വാബുർ റഹീം. അങ്ങനെ ആദം നബി സ്വല്ലല്ലാഹു വസ്സലാമു തൗബ ചെയ്തു. ആദം നബി സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ അടുക്കൽ നിന്നൊരു പാകപ്പിഴവ് സംഭവിച്ചു. അതിന് തൗബ ചെയ്യുകയും ചെയ്തു.
അല്ലാഹു തആല ആ തൗബ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മറ്റു മനസ്സിലാകുന്നത്. ഇനി എല്ലാ പ്രവാചകന്മാരും ചരിത്രത്തിലേക്ക് ചെന്നാൽ അവരൊക്കെ അവർ പ്രബോധനം ചെയ്യുന്ന ജനങ്ങളോട് ഇസ്തിഗ്ഫാറിനെ കുറിച്ചും തൗബയെ കുറിച്ചും പറയുന്നുണ്ട്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റിൽ നിന്ന് നമ്മൾ പശ്ചാത്താപിക്കുക. തൗബ എന്ന് പറഞ്ഞാൽ ഖേദിച്ച് മടങ്ങുക. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോ വൈലാ സമൂദ അഹാമുൻ സ്വാലിഹ്, സമൂദ് നബിയെ സാലി നബിയെ സമൂദ് ഗോത്രത്തിലേക്ക് പ്രവാചകനായി നിയോഗിച്ചു. അതുപോലെ തന്നെ ഹൂദ് നബിയെ, അങ്ങനെ പല പ്രവാചകന്മാരും വന്നുവിട്ടു. അവരില് കാലയാ കൗമി, അങ്ങനെ കുറെ കാലം ഉപദേശിക്കുന്നു ആ ജനതയോട്. സ്വാലിഹ് നബി പറഞ്ഞു, കാലയാ കൗമി ഇബ്ദുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം കേട്ടോ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് ആരാധനയില്ല. അപ്പൊ എല്ലാ പ്രവാചകന്മാരുടെയും മെയിൻ പോയിന്റ് കൺസെപ്റ്റ് തൗഹീദ് തന്നെയാണ്. അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അള്ളാഹു നിങ്ങൾ ആരാധിക്കുക. ഹുവ അൻസലക്കും മിനൽ അർളി, എന്താ അവൻ നിങ്ങൾക്ക് ഭൂമിയെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു, ഭൂമിയിൽ നിങ്ങളെ വളർത്തിയെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ അള്ളാഹു നമുക്ക് വേണ്ടി വല്ലതി ഹലക്കലക്കുമാഫില്ലത് ജമീയ, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് സൂറത്ത് അൽ ബഖറയിൽ തന്നെ അള്ളാഹു തആല പറയുന്നു. അതേ അർത്ഥത്തിൽ തന്നെ ഭൂമിയെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു, എല്ലാ സൗകര്യങ്ങളും ചെറുമാന വൈസ്തലമറക്കും അത് വാസായോഗ്യമാക്കി തന്നു. ഭൂമിയെ സൃഷ്ടിച്ച് ഇവിടെ ജീവിക്കുവാനുള്ള വാസായോഗ്യമാക്കി തന്നു. വായുവും വെള്ളവും വെളിച്ചവും കൃഷിയും മഴയും എല്ലാം നമുക്ക് വേണ്ടി അള്ളാഹു തആല സൃഷ്ടിച്ചു തന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു തആല ഭൂമിയെ നിങ്ങൾക്ക് വാസായോഗ്യം നമുക്ക് തന്നു. ഫിഹ അബീം ഫസ്തഗ്ഫിറു, നിങ്ങൾ അങ്ങനത്തെ അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് വേണം? ഇസ്തിഗ്ഫാർ ചെയ്യണം, നിങ്ങൾ തൗബ ചെയ്യണം, പശ്ചാത്താപിക്കണം കേട്ടോ. സുമ്മ തൂബു, ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക. ഇതുവരെ ഞാൻ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് ഞാൻ മടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖേദിക്കണം. നമ്മളെ മാനസികമായിട്ടൊരു ഖേദവും ദുഃഖവും പ്രകടിക്കണം. ഇപ്പൊ തൂബിലേഹി അള്ളാഹ് സുമ്മ തൂബിലേഹി കരീബും മുജീബ്, അള്ളാഹു ആവട്ടെ നമ്മുടെ അടുത്തുണ്ട്, ഉത്തരം നൽകുന്നവനുമാണ്. പിന്നെ ശുഐബ് നബി അലൈഹി സ്വലാത്തു തങ്ങൾ പറഞ്ഞു, വസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് എന്ത് വേണം? നിങ്ങൾ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. പിന്നെ സുമ്മ തൂബിലേ, പിന്നെ നിങ്ങൾ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, എൻ്റെ റബ്ബ്, നിങ്ങളുടെ റബ്ബ്, ലോകത്തിന്റെ രക്ഷിതാവ് തൻ്റെ അടിമകളോട് റഹീമാണ്, കരുണയുള്ളവനാണ്, വദൂദ് സ്നേഹമുള്ളവരുമാണ്. എന്ന് വെച്ചാൽ ഈ കരുണയും ഈ വദൂദും ഉള്ളത് കൊണ്ട് നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്ക് കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാവാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല പറയുകയാണ്, ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, കരുണ ഉള്ളവനും അതുപോലെ തന്നെ സ്നേഹമുള്ളവനുമാണ്. സൂറത്ത് 11-ാം അധ്യായത്തിലെ 90-ാമത്തെ ആയത്താണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ പശ്ചാത്താപിക്കുകയും തൗബ ചെയ്യുകയും വേണം. ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുമെന്ന് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ പറഞ്ഞു. ഇനി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പരിശുദ്ധ ഖുർആനിലുള്ള ഒരേ ഒരു തുടർ കഥയാണ് യൂസുഫ് നബിയുടെ ചരിത്രം. തുടക്കം മുതൽ അവസാനം വരെ ഒരു പ്രവാചകന്റെ ചരിത്രമാണ്. ആ കൂട്ടത്തിൽ പറയുന്നു എന്താണ്? കാലു, ആ തൻ്റെ സഹോദരനായ യൂസുഫിനെ പൊട്ടക്കാട്ടിൽ കൊണ്ടുപോയിട്ടു തൻ്റെ പിതാവിനോട് നുണ പറഞ്ഞു. അങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്തു. അവസാനം അവർ യൂസുഫിനെ അടുത്ത് തന്നെ എത്തി. അവസാനം അവർക്ക് കുറ്റബോധമുണ്ടായി. ആർക്ക്? ഈ 11 സഹോദരന്മാർക്കും ഒരു കുറ്റബോധമുണ്ടായപ്പോൾ കാലു, അവര് പറഞ്ഞു, ആര്? യൂസുഫ് നബിയുടെ മക്കൾ പറഞ്ഞു, അല്ല യാക്കൂബ് നബിയുടെ മക്കൾ പറഞ്ഞു, യാ അബാന, ഞങ്ങളെ പിതാവേ, ഇസ്തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം നടത്തുക, പശ്ചാത്താപം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളാണ് തെറ്റുകാരൻ. യാക്കൂബ് നബിനോടല്ല പ്രാർത്ഥിക്കാൻ, യാക്കൂബ് നബിനോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നുണ്ട്. വ്യക്തമായി മനസ്സിലാക്കണം. അങ്ങനെ ഒരു പ്രവാചകന്മാരും പ്രാർത്ഥിക്കാൻ തൗബ ചെയ്യാൻ പറയുകയും മറ്റൊക്കെ തൗബ ചെയ്യുകയും ചെയ്യുന്നത് തെറ്റാണ്. യാ അബാന, ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. ദുനൂബന, ഞങ്ങൾ പാവങ്ങൾ പൊറുക്കുക. ഇന്നാ കുന്നാ ഖാതിഈൻ, ഞങ്ങൾ വലിയ തെറ്റ് ചെയ്തവരാണ്. എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. പിതാവിനോട് നുണ പറഞ്ഞു, സ്വന്തം സഹോദരനെ കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞു, ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും ചെയ്തിട്ടുണ്ട്. ആ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി വാപ്പ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രായശ്ചിത്തം ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി തൗബ ചെയ്യണം. അള്ളാഹുവേ, എൻ്റെ മക്കൾക്ക് വേണ്ടി, നമ്മൾ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കണേ എന്നതുപോലെ എൻ്റെ മക്കൾക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ. റബ്ബി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു
എല്ലാം പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾ എടുത്തു നോക്കിയാൽ പല ആയത്തുകളുടെയും പര്യാവസാനം ഈ ഗഫൂർ റഹീം വെച്ചിട്ടാണ്. പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനോട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ. നബിയുടെ പറച്ചിൽ എന്താണ്? ഏ ജനങ്ങളെ, എന്താ? തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്താപിക്കൂ. വസ്തഗ്ഫിറു, അത് ഖേദിച്ച് മടങ്ങുക. പിന്നെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. ആദ്യം തൂബു എന്നാണ് ഇവിടെ പറഞ്ഞത്. തൂബു ഇലല്ലാഹ് വസ്തഗ്ഫിറുഹു, നിങ്ങൾ തൗബ ചെയ്യുകയും ചെയ്യും. കേട്ടോ, ഫഇന്നി അത്തൂബു ഫിൽ യൗമി മിഅത്ത മർറ, ഞാൻ ഒരു ദിവസം 100 തവണ, നോമ്പിന് മാത്രമല്ല കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ ഒരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തവണ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് ചിന്തിച്ചാൽ മതി. റസൂലുള്ളാഹി തങ്ങൾക്ക് എല്ലാ പാവങ്ങളും പുറത്തു കൊടുത്ത ആ പ്രവാചകനാണ് പറയുന്നത്, ഞാൻ ഒരു ദിവസം 100 തവണ, മറ്റൊരു ഹദീസ് 70 അക്സർ മിൻ 70 മറ, 70 കൂടുതൽ തവണ അല്ലെങ്കിൽ 100 തവണ ഞാൻ ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? തൗബ ചെയ്യുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും തൗബ ചെയ്യും, നമ്മളും തൗബ ചെയ്യുക. ആ തൗബ സ്വീകരിക്കുന്നതുമായ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത്. ഇനി അത്തായിബു, പശ്ചാത്താപിക്കുന്നവൻ, അത്തായിബു പശ്ചാത്താപിക്കുന്നവൻ കമൻ, ഒരുത്തനെ പോലെയാണ്. ലാ ദംബലഹ, പിന്നെ അവന് തെറ്റില്ല. പശ്ചാത്താപിച്ചവൻ ആ പശ്ചാത്താപം അല്ലാഹ് സ്വീകരിക്കും. പിന്നെ പാവത്തിന് മുക്തമായി. ലാ ദംബലഹ, പിന്നെ ചില ആൾക്കാരുണ്ട് അങ്ങനെ, വൽ മുസ്തഗ്ഫിരീന മിന ദംബി വഹും മുഖീമുൻ കൽ മുസ്തഹ്സി, തൗബ ചെയ്യുകയും തെറ്റ് ചെയ്യുകയും തൗബ ചെയ്യുകയും തെറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അള്ളാഹുവിനെ പരിഹസിക്കുന്നവനെ പോലെയാണ്. നിഷ്കളങ്കമായിട്ട് യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. നസൂഹൻ, നിഷ്കളങ്കമായിട്ട്. അങ്ങനത്തെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക. തൗബ ചെയ്യുക, തെറ്റ് ചെയ്യുക, അത് മഖ്ബൂലല്ല. അതിന് മാത്രമല്ല അവൻ അള്ളാഹുവിനെ പരിഹസിക്കുന്നവനാണ്. ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണ് തൗബ ചെയ്യുക, അതാണ് പഠിക്കാൻ പോകണം കേട്ടോ. കാലു ഉലമാവ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞെന്താണ്, തൗബക്ക് എത്ര ഉണ്ട്? ഒരു 4 ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾക്ക് വിധേയമാക്കിക്കൊണ്ടാണ് നമ്മൾ തൗബ ചെയ്യേണ്ടത്. അതെന്തൊക്കെയാണ്? ഒന്നാമത്തെ തൗബ അൻ യുക്ലിയ അനിൽ മാസിയത്തി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാപത്തിൽ നിന്ന് അത് ഫുൾ സ്റ്റോപ്പ് ഇടുക, അത് നിർത്തുക. അതാണ് നിർത്തുക. മദ്യപിക്കുന്നവനാണെങ്കിൽ മദ്യപാനം നിർത്തുക, വ്യഭിചരിക്കുന്നവൻ വ്യഭിചാരം നിർത്തുക. എന്താണോ ചെയ്യുന്ന തെറ്റ്, പലിശ വാങ്ങുന്നവനാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക, അത് നിർത്തുക. ആ തെറ്റാ നിർത്തി. പിന്നെ എന്ത് വേണം? ആ എന്തമല ഫെയിലിയ, എന്നിട്ട് അവൻ ചെയ്ത ആ തെറ്റിന്റെ മേൽ അവൻ അള്ളാഹുവിനോട് ഇരുന്നിട്ട് ഒറ്റയ്ക്കിരുന്നിട്ട് പശ്ചാത്താപിക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ, അള്ളാഹുവേ എനിക്കിനി പൊറത്തു തരണേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളും. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അള്ളാഹു ആ തൗബ സ്വീകരിക്കും. അപ്പോൾ ഒന്ന്, ചെയ്ത തെറ്റ്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് അവസാനിപ്പിക്കുക. രണ്ടാമത്, ചെയ്ത തെറ്റിന്റെ മേൽ എന്ത് ചെയ്യുക? ഖേദിക്കുകയും തൗബ ചെയ്യുകയും ഖേദിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ എന്താണ്? അൻ യഅ്സമ അല്ലാ യഊദ ഇലൈഹ അബദ, ഇനി എനിക്ക് അള്ളാഹുവേ നീ റൂഹും ജീവിതവും തരുന്ന കാലത്തോളം ആ തെറ്റിലേക്ക് ഞാൻ പോവുകയില്ല എന്ന് ദൃഢമായി തീരുമാനിക്കുക. അതിലേക്ക് പിന്നെ മടങ്ങേ ചെയ്യരുത്. ഇപ്പൊ മനസ്സിലായാലോ? നമ്മളെങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളും. അള്ളാഹു താല സ്വീകരിക്കും. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്, വദൂദാണ്. അള്ളാഹുടെ 99 പേരുകളിലൊക്കെ അതൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ തൗബ ചെയ്താൽ ആ തൗബ അള്ളാഹു താല സ്വീകരിക്കും. പക്ഷെ തൗബ ചെയ്തിട്ട് പിന്നെ തെറ്റ് ചെയ്യാൻ പാടില്ല. അതാ ഈ 3 ഷർത്ത്. ഈ 3 ഷർത്തുകൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു. തെറ്റ് ചെയ്യുന്നവൻ ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി നിർത്തി അതിന് വിട്ടു നിൽക്കുക. രണ്ടാമത്, അതിലേക്ക് തെറ്റ് ചെയ്യുകയില്ല എന്ന് അവൻ ഖേദിച്ച് മടങ്ങുക. മൂന്നാമത്തത് ഒരിക്കലും പിന്നെ അതിലേക്ക് ആ തെറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുക, അതിലേക്ക് മടങ്ങാതിരിക്കുക. 3 ഷർത്ത്. നാലാമത്തത് ഒരു ഷർത്തും കൂടിയുണ്ട്. നാലാമത്തെ ഷർത്ത് സാമ്പത്തികമായ ഇടപാടുകൾ, വ്യക്തികൾ തമ്മിൽ ഇടപാടുകൾ. ഇതിന് ആ വ്യക്തികൾ തമ്മിലാണ് അത് ആദ്യമായിട്ട് സോൾവ് ചെയ്യണം, പരിഹരിക്കണം. ഈ 3 പുറമെ എന്താണ്? ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പശ്ചാത്താപിക്കുക. സഹോദര, അന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ പുറത്തു തരണം.
അപ്പൊ അവൻ ഇങ്ങോട്ടും വരാം സലാം പറഞ്ഞ് അത് മസലാത്തായാൽ ആ ദോഷവും അള്ളാഹു താല പൊറുക്കും. നമ്മൾ ഈ 3 ഷർത്തുകൾക്ക് വിധേയമായിക്കൊണ്ട് നമ്മൾ തൗബ ചെയ്യുകയും ഇങ്ങനത്തെ തെറ്റ് നമുക്ക് ഉണ്ടാകുകയും ചെയ്താൽ ആ തെറ്റ് പൊറുക്കണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടണം. അതുപോലെ തന്നെ സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടെങ്കിൽ അതും കൊടുത്ത് തീർത്ത് അവനോട് എല്ലാം ക്ഷമ ചെയ്യണം. സാമ്പത്തികമായ ഇടപാട് ആർക്കെങ്കിലും കൊടുക്കാണെങ്കിൽ അതൊക്കെ തന്നെ എന്ത് വേണം, കൊടുത്തു വീട്ടണം. എന്നാൽ ഈ 4 നിബന്ധനകൾക്ക് വിധേയമായാൽ അള്ളാഹു താല ആ പാവം ചെയ്ത പാവം പൊറുക്കും. അങ്ങനെ പൊറുക്കുന്ന തൗബയിൽ ആയിരിക്കണം. നബിസ്വലാസ്ലമങ്ങൾ പറയുന്നു, ഇനി ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതാണ്. അത് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ വലിയ ഹദീസാണ് കേട്ടോ. അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ ഹൃദയം മുഴുവൻ ആ കറുത്ത പാട കൊണ്ട് നിറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ സൂറത്ത് വൈലുൽ മുത്തഫിഫീൻ എന്ന സൂറത്ത് ഓതിയൊക്കെ കാണാമല്ലോ. അങ്ങനെ അവന്റെ ഹൃദയം ശീലി വെച്ച മായവും തൗബ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ആ തെറ്റിലങ്ങട്ട് ആ തെറ്റുകൊണ്ട് അവന്റെ ഹൃദയം അങ്ങട്ട് ശീലി വെച്ച മാര്യം. ഇതാണ് തൗബ ചെയ്യുന്ന ഒരു ഹദീസ് ലാ യലിജുൻ നാറ റജുലുൻ, ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കൂല. ലാ യലിജുൻ നാറ റജുലുൻ യബ്കീ മിൻ ഖശ്യത്തില്ലാഹ്. ഈ രൂപത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള തൗബ, ആ പൊട്ടിക്കരച്ചിൽ, ആ ഖേദിച്ച് മടങ്ങൽ, അങ്ങനെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ ഖേദിച്ച് മടങ്ങി കരഞ്ഞുകൊണ്ട് അവൻ തൗബ ചെയ്താൽ അതായത് കടഞ്ഞെടുത്ത തങ്ങളുടെ ഉദാഹരണം കേട്ടോ, കടഞ്ഞെടുത്ത പാൽ, ഒരു പശുവിന്റെ അകിട്ടിൽ നിന്ന് പാൽ കടഞ്ഞെടുത്താൽ ആ പാല് ആ അകിടിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നത് വരെ, അതുള്ള ഉദാഹരണം, അതൊരിക്കലും ഉണ്ടാവില്ല. അതൊരു ഉദാഹരണം പറഞ്ഞ അങ്ങനെ ആവുന്നത് വരെ അവൻ എന്ത് ചെയ്യില്ല, അവന്റെ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല. അപ്പൊ അങ്ങനത്തെ തൗബയായിരിക്കണം കേട്ടോ. നിഷ്കളങ്കമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും, ഞാനടക്കമുള്ളവർ, ഈ റമദാൻ മാസത്തിൽ അതിന് പറ്റിയ ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ അല്ലാഹു തആല നന്മ ചെയ്യുന്ന, പാപം പൊറുക്കുന്ന ദിവസമാണ്. ഇബ്ലീസ് ആകെ 2 വിഷയങ്ങളിലാണ് കരഞ്ഞതെന്ന്. ഒന്ന് ഈ യായുവല്ലദീനാമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, സത്യവിശ്വാസികളെ നിങ്ങൾ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കൂ, തൗബ ചെയ്യുക, നിങ്ങൾ ചെയ്ത പാവങ്ങൾ അല്ലാഹ് ഞാൻ പുറത്തു തരുന്നു. അപ്പോൾ ഇബ്ലീസ് ഖേദിച്ചു കരഞ്ഞു എന്നാ പറയുന്നത്. എന്നിട്ട് തന്റെ കൂട്ടാളികളൊക്കെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ആദമിന്റെ സന്തതികളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാനേ പറ്റുകയുള്ളൂ, പക്ഷേ അതിനൊരു ശരണം കണ്ടെത്തിയിട്ടുണ്ട്, പശ്ചാത്താപമാണ് അത്രേ തൗബ. പശ്ചാത്താപിച്ചാൽ അവരുടെ പാവങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്നൊരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, ചരിത്രമുണ്ട്. അതുപോലെ 2 സമയങ്ങളിലാണ് ഇബ്ലീസ്, ഒന്ന് ഇബ്ലീസ് കരയുന്നതും വേദനിക്കുന്നതും അറഫാ ദിനത്തിലാണ്. അറഫാ ദിനത്തിൽ അറഫയിൽ സമ്മേളിക്കുന്നവര് അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവരെ പാവങ്ങൾ പുറത്തു കൊടുക്കുന്നു, അവരെ നരകമോചനം നൽകുന്നു. ഹജ്ജിന് പോകാത്തവർ അറഫാ ദിവസം ഇവിടെ നിന്ന് നോമ്പനുഷ്ഠിച്ചിട്ട് തൗബ ചെയ്യുകയും ഇബാദത്ത് ചെയ്യുകയും അവരുടെ ഈ പാവങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും അവർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. ഈ 2 സന്ദർഭങ്ങളിലാണ് ഇബ്ലീസ് കൂടുതൽ എന്തായിട്ടുള്ളത്, വിഷമിച്ചിട്ടുള്ളതും ദുഃഖിച്ചിട്ടുള്ളതും എന്ന് പറഞ്ഞു. ഒരിക്കൽ ആ മദീന അങ്ങാടിയിൽ ബിസിനസ് ചെയ്തിരുന്ന ഒരാള് ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്തപ്പോൾ അതിന് നിയമപ്രകാരം തെറ്റെന്താണ് ചരിത്രത്തിൽ പറയുന്നില്ല, അദ്ദേഹത്തെ ശിക്ഷിച്ചു, എറിഞ്ഞു കൊന്നു എന്നാണ് പറയുന്നത്. ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞുപോയി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അടുത്ത ആൾ വന്നിട്ട് അയാൾ എവിടെയാണ് മറച്ചിരിക്കുന്നത്, എവിടെ നിന്നാണ് അദ്ദേഹത്തെ എറിഞ്ഞു കൊന്നത്, അദ്ദേഹം എവിടെയാണ് അയാളെ മറച്ചിരിക്കുന്നത്, കബറടക്കം ചെയ്തിരിക്കണമെന്നൊക്കെ വന്ന് അന്വേഷിച്ചപ്പോൾ അത് അവിടെ കൂടിയ ആൾക്കാർക്ക് അതൊരു പരിഹാസമായിട്ട് തോന്നി. അവൻ നബിസ്വല്ലല്ലാഹു അങ്ങോട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഹാദാ ജാന യസ്അലുന അൻ ദാലിക്കൽ ഖബീസ് അല്ലദീ റുജിമൽ യൗമ. നബിയെ, നമ്മളിപ്പോൾ എറിഞ്ഞു കൊന്നില്ലേ ഇന്നലെ, ആ എറിഞ്ഞു കൊന്ന ആളെ അന്വേഷിച്ചും കൊണ്ട് ഈ ഒരാൾ വന്നിരിക്കുന്നു. എന്താ പറഞ്ഞു, അയാളെ എറിഞ്ഞിട്ട് തെറ്റായിട്ട് എറിഞ്ഞു കൊന്നതല്ലേ, അതുകൊണ്ട് ഒരു പരിഹാസ രൂപത്തിലാണ് സഹാബത്തിനോട് അവർ ചോദിച്ചത്. ഖാലിദ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വൽദാന്റെ പിതാവാണെന്നാണ് ഹദീസിൽ കാണുന്നത് കേട്ടോ. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂലു ഹബസു, ചീത്ത എന്ന് ആ മനുഷ്യൻ നിങ്ങൾ പറയണ്ട. കാരണം എന്താണ്, ഫവല്ലാഹി ലഹു അതീബു ഇൻദല്ലാഹി മിനൽ മിസ്കി, അള്ളാഹുവിനോട് അദ്ദേഹം പശ്ചാത്താപിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ മണമുള്ള
കസ്തൂരിയേക്കാൾ മണമുള്ള വാസനയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരാൾ എറിഞ്ഞു കൊന്നു എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ പറ്റി ചീത്ത മോശമാണ് എന്ന് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരിക്കൽ നബിസല്ലല്ലാഹു തങ്ങളുടെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചു 2 തവണ വന്നു, ഞാൻ ഗർഭിണിയായി പ്രസവിച്ചു, എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ആ സ്ത്രീയെ എന്ത് ചെയ്തു? ഇസ്ലാമിക നിയമപ്രകാരം എറിഞ്ഞു കൊന്നു. ഇങ്ങോട്ട് നബിസല്ലല്ലാഹു തങ്ങൾ ആ സ്ത്രീക്ക് ജനാസ നമസ്കരിക്കാൻ ഇമാം നിന്നപ്പോൾ ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു പറഞ്ഞു, ആ വ്യഭിചരിച്ച സ്ത്രീക്കാണോ നബിയെ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്നത്? വലിയതായ തെറ്റായിപ്പോയി. നബിസല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, അവൾ തൗബ ചെയ്ത തൗബ മദീനയിലുള്ള 70,000 പേർക്ക് വിധിച്ചു കൊടുത്താൽ ബാക്കിയായിരിക്കും എന്ന് പറയുണ്ടായി. അത് ഖാലിദ് റളിയല്ലാഹു പറഞ്ഞുണ്ട്, ഉമർ റളിയല്ലാഹു പറഞ്ഞുവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അള്ളാഹു തെറ്റ് ചെയ്താൽ അങ്ങനെ അകമൊഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കും. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചും മോശമായ നമ്മളെ വാക്ക് ഉണ്ടാവാൻ പാടില്ല. ഇനി മൂസാ നബിയുടെ കാലത്ത് ഒരു വരൾച്ച സംഭവിച്ചു, ഭയങ്കരമായ വരൾച്ച. തെറ്റ് ചെയ്യുന്ന ആൾക്കാർ തൗബ ചെയ്തില്ലെങ്കിൽ മറ്റൊരു ഹദീസുണ്ട്, മഴ പെയ്യൂല എന്നുണ്ട്. അങ്ങനെ വരൾച്ച വായിച്ചപ്പോൾ മൂസാ നബിയുടെ അടുത്ത് വന്നിട്ട് അണികൾ പരാതി പറഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് 70,000-ഓളം ആൾക്കാർ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടിയിട്ട് അല്ലാഹു ദിവസം പ്രാർത്ഥിക്കാണ്. സലാത്തിൽ ഇസ്തിസ്കായ നമുക്കുണ്ട്, ഒരിങ്ങനെ പ്രാർത്ഥിക്കാണ്, മഴ വർഷിച്ചു കൊണ്ടാണ്. എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും മഴ പെയ്യുന്നില്ല. അപ്പൊ മൂസാ നബി ചോദിച്ചു അള്ളാഹിനോട്, പടച്ചോനെ, ഞാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ലല്ലോ, ഞാൻ അവരെ പ്രവാചകനല്ലേ, എത്ര കാലമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു കൊണ്ടാണ് എന്ന് മൂസാ നബി അല്ലാഹു തആലയോട് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നിങ്ങൾ 70,000 പേര് ഒരുമിച്ച് കൂടിയ മൈതാനത്ത് 40 വർഷമായിട്ട് കഠിനമായ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ ആ കൂട്ടത്തിൽ ഇല്ല കാലത്തോളം ഞാൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് തരൂല. അവനുള്ള കാലത്തോളം മഴ വർഷിക്കുക, നിങ്ങളെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 70,000 ആളിടയിൽ നിന്ന് ഈ ഒരാളെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ മൂസാ നബി എല്ലാവരോടും നിന്ന് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ഒരു വലിയതായ തെറ്റ് ചെയ്യുന്നവരുണ്ട്, തെറ്റ് ചെയ്തവരുമുണ്ട്. അതുകൊണ്ട് ആ വ്യക്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുള്ളൂ. അപ്പൊ ഈ വ്യക്തി അത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ അദ്ദേഹത്തിന്റെ അഭിമാനം സംഭവിച്ചില്ല. ഞാൻ വലിയ തെറ്റുകാരനാണെന്ന് അറിയുമല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഈ വ്യക്തി ആ കൂട്ടത്തിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് തലയിൽ മുണ്ടിട്ടെന്നാണ് ഒളിച്ചിരുന്നിട്ട് അള്ളാഹുവിനെ പശ്ചാത്താപിച്ചു. റബ്ബേ, ഞാൻ തെറ്റുകാരനാണ്, 40 വർഷമായിട്ട് ഞാൻ ചെയ്ത തെറ്റ് എൻ്റെ റെക്കോർഡിലുണ്ട്, ഈ സാധു ഇനി ആ തെറ്റ് ചെയ്യുകയില്ല, ഞാൻ ആ ചെയ്യുന്ന തെറ്റിന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ അത് മോചനം നേടിയിരിക്കുന്നു, ഇനി ഞാൻ ഖേദിച്ച് മടങ്ങുന്നു. ഇത്രയും ജനങ്ങളിടയിൽ ഞാൻ കാരണം കൊണ്ട് മഴ പെയ്യാതിരിക്കരുത്, അവരെ മുമ്പിൽ എന്നെ വഷളാക്കുകയും ചെയ്യരുത്, അതുകൊണ്ട് എൻ്റെ പശ്ചാത്താപവും എൻ്റെ തോപയും നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പശ്ചാത്താപിച്ചെന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് പെട്ടെന്ന് മഴ പെയ്തു. മഴയെല്ലാം പെയ്തപ്പോൾ മൂസാ നബി ചോദിച്ചു, അള്ളാഹുവേ, ആ വ്യക്തി ആരാണ് ചോദിച്ചു. ആ വ്യക്തി എനിക്കൊന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ അള്ളാഹു തആലയോട് ഇദ്ദേഹം പ്രാർത്ഥിച്ചു. എന്താ തൗബ ചെയ്യുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, ഇലാഹി അസൈതു 40 സന, പടച്ചവര് 40 കൊല്ലം ഞാൻ തെറ്റ് ചെയ്തു, നിന്റെ കൽപ്പന ധിക്കരിച്ചു എന്നാണ്. ഒരു തെറ്റൊന്നുമല്ല, അസൈത്തു ആണ് അള്ളാഹെ ധിക്കരിച്ചു എന്ന്. ഇലാഹി അസൈത്തു 40 സനത്തൻ ഫലം അംഹലത്തനി, എന്നിട്ട് ജിന്നെ വഷളാക്കിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ പിടിച്ച് നീ എന്നെ വഷളാക്കരുത്. ഞാൻ പശ്ചാത്താപിച്ച് മടങ്ങിയിരിക്കുന്നു, ഖേദിച്ചിരിക്കുന്നു, തൗബ ചെയ്തിരിക്കുന്നു, ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന സൽക്കർമ്മങ്ങളല്ലാതെ ഒന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൂസാ നബിയോട് അല്ലാഹു തആല പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് മഴ കിട്ടിയ പോലെ ആ മഴ കിട്ടി, അല്ല ആളെന്ന് അറിഞ്ഞാൽ തിരക്കില്ല, ആളെങ്ങൾ അറിയണ്ട. ഞാൻ 40 കൊല്ലക്കാലം 40 കൊല്ലത്തോളം തെറ്റ് ചെയ്തിട്ട് അവനെ വഷളാക്കിയിട്ടില്ല, അവൻ പശ്ചാത്താപിച്ച് മടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് മഴ കിട്ടിയില്ലേ, ഇനി കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല.
ഇതാണ് അള്ളാഹു മറച്ചു വെക്കേണ്ടത്. അള്ളാഹു താല തന്നെ മറച്ചു വെക്കും. ഒരിക്കൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും ഹവാരിയങ്ങളും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുന്ദരമായ ഭംഗിയുള്ള ഒരു പക്ഷി അങ്ങനെ പറന്നുപോയി. പിന്നെ ആ പക്ഷിയുടെ തൊലി, ആ പക്ഷിയുടെ ഈ തൂവലൊക്കെ പക്ഷി അങ്ങനെ പറിച്ച് ഒരു വസ്ത്രം അഴിച്ചെന്ന മാതിരി മാറ്റിയിട്ടു. എന്നിട്ട് അടുത്തുള്ളൊരു ചളിക്കുണ്ടിലെ കുളത്തിൽ പോയി മുങ്ങി വന്നു. എന്നിട്ട് പിന്നെ വന്നിട്ട് നല്ല തെളിഞ്ഞ വെള്ളത്തിലിറങ്ങി കുളിക്കുകയും ചെയ്തു. അങ്ങനെ അത് സുന്ദരമായി നല്ല ഭംഗിയുള്ളതായിട്ട് പഴയതുപോലെ തിരിച്ചു വന്നു. അപ്പോൾ ഈ പക്ഷി വന്നപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴും അള്ളാഹു താലയോട് ഈസാ നബി ചോദിച്ചു, ഇതിൽ എന്താണ് ദൃഷ്ടാന്തമുള്ളത്? ഇതിലെന്തോ ദൃഷ്ടാന്തം എന്താണ് അള്ളാഹുവേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു താല അത് പറഞ്ഞു കൊടുത്തു. എൻ്റെ ഒരു അടിമ തെറ്റ് ചെയ്താൽ തെറ്റുകൊണ്ട് പുരണ്ടിരിക്കുന്നു. ഈ പക്ഷി അഴുക്കിൽ പുരണ്ടതുപോലെ തെറ്റുകൊണ്ട് പുരണ്ടിരിക്കുന്നു. അവൻ തൗബ ചെയ്യുമ്പോൾ ഈ പക്ഷി കുളത്തിലിറങ്ങി കുളിച്ചപ്പോൾ ആ പക്ഷിയുടെ അഴുക്കുകൾ പോയതുപോലെ നിങ്ങളുടെ അഴുക്കുകൾ എന്ത് ചെയ്യും? അല്ലാഹു തആല പുറത്തുനിന്ന് കളഞ്ഞു അഴുക്ക് പുറത്തു തരും, എല്ലാ ഭാഗം കൊണ്ടും കളയും. എന്നിട്ട് ഒരു ഹദീസ് കൂടി മനസ്സിലാക്കി. ഇതിനോട് നിങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. എന്താണ്? കസ്റത്തുൽ ഇസ്തിഗ്ഫാർ. അത് നിങ്ങൾ മനസ്സിലാക്കട്ടോ. ഇസ്തിഗ്ഫാർ നിങ്ങൾ എപ്പോഴും അധികരിപ്പിക്കുക കേട്ടോ. അസ്തഗ്ഫിറുല്ലാ എന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞാൽ അതിന് വലിയ സമയമൊന്നും കണ്ടെത്തണ്ട. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാവാം, നമ്മൾ വേറെ എന്തെങ്കിലും ആയിരിക്കുമ്പോഴും മറ്റേ അസ്തഗ്ഫിറുല്ലാ ഈ ഒരൊറ്റ വാക്കുള്ളൂ. അസ്തഗ്ഫിറുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു വാക്ക് 100 തവണ ദിവസം പറഞ്ഞിരുന്നു. നമ്മൾ 1000 തവണ പറഞ്ഞാലും നമ്മൾ തീരില്ല കേട്ടോ. ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ 100 തവണ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇങ്ങനെ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാ എന്ന് നിങ്ങൾ അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്ന നിങ്ങൾക്ക് മിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ദുഃഖങ്ങളും അല്ലാഹു തആല ആക്കി തരും. ഫറജ എന്നാണ് അകറ്റിയാണ്. മിൻ കുല്ലി ഹമ്മിൻ ഫറജ, എന്തൊക്കെ മാനസികമായ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്തു തരും? നമുക്ക് അകറ്റി തരും. ഒമിൻ കുല്ലി ലീക്കിൻ മഹ്റജ, അതുപോലെ എന്തെല്ലാം സാമ്പത്തികമോ ശാരീരികവുമായ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ അല്ലാഹു തആല മഹ്റജ ഇല്ലാതാക്കി തരും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഭക്ഷണം അല്ലാഹു തആല നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഈ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കിയാൽ നമ്മുടെ മനോദുഃഖം മാറും. നമുക്ക് എന്തെല്ലാം വിഷമങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു തആല ഇല്ലാതാക്കി തരും. നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ റിസ്ക്കും അല്ലാഹു തആല തരും. അതാണ് ഈസാ നബി നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാനം ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലി സമാ അലൈക്കും മിദ്റാറ യുംദിദുക്കും ബി അംവാലിൻ വബനീന വയജ്അലക്കും ജന്നാത്തി വയജ്അലക്കും അൻഹാറ. സൂറത്ത് നൂഹ് ഓതിയൊക്കെ കാണാം. എന്താ? ഫഖുൽതു ഞാൻ പറഞ്ഞു, നൂഹ് നബി പറഞ്ഞു, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പശ്ചാത്താപിക്കുക. അവൻ എല്ലാ പാവങ്ങളും പുറത്തു തരുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. നമുക്കത് പഠിപ്പിച്ചു തന്നു, നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. കണ്ടോ, മൂസാ നബിക്ക് പിന്നെ മഴ കിട്ടാതിരുന്നപ്പോൾ ആ തെറ്റ് ചെയ്ത മനുഷ്യൻ തൗബ ചെയ്തപ്പോൾ മഴ എഴുതി കൊടുത്തു. ഇതിന്റെ പറഞ്ഞു മിദ്റാറ, പാവങ്ങൾ പുറത്തു തരുകയും ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് കുത്തിച്ചൊയ്യുന്ന മഴയും വർഷിച്ചു തരും. ഈ ഉംജുദിക്കും അമ്മാലിയും ബനീന, സന്താനമില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാവും, സമ്പത്തില്ലാത്തവർക്ക് സമ്പത്ത് ഉണ്ടാവും. വജല്ലക്കും ജന്നാത്തിനും വജല്ലക്കും മൻഹാറ, തോട്ടവും തൊടുകി എസ്റ്റേറ്റും ഒക്കെ ഉണ്ടാവും. അതിക്കിടി വെള്ളം അഴികളൊക്കെ ഉണ്ടാവും. നൂനെയും ഉപദേശിച്ചു കൊടുത്താൽ അത് ഖുർആനിൽ പറയാം. അപ്പോൾ നമ്മളും ഇസ്തിഗ്ഫാർ ചെയ്യുക. കുട്ടികളില്ലാത്തവർക്ക്, വിഷമോണ്ട് അനുഭവിക്കുന്നവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്തോളി. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ കാര്യം പറഞ്ഞ നൂഹ് നബി പറഞ്ഞ നിങ്ങളെ സഹായിക്കും. അംവാലിൻ, സമ്പത്ത് കൊണ്ട് ബനീന, മക്കളും. അപ്പൊ സമ്പത്തില്ലാത്തവർക്കും സന്താനങ്ങളില്ലാത്തവർക്കും മാനസിക വിഷമമുള്ളവർക്കും ശാരീരിക വിഷമമുള്ളവർക്കൊക്കെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അത് ഈ നോമ്പിന് കൂടുതലായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്താൽ എല്ലാ പാവങ്ങളും അല്ലാഹു തആല കൊടുത്തു. അതാണ് ആദ്യം ഊതിയ സാരിയു, നിങ്ങൾ വേഗത്തിൽ പോവുക, ധൃതി കാണിക്കുക. ഇലാ മഅ്ഫിറത്തിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തുള്ള പാപമോചനം. ആ പാപമോചനം കിട്ടൽ എങ്ങനെയാണ്? തൗബയിലൂടെയാണ് കിട്ടുക. തൗബ ചെയ്യുക. ജന്നത്തിൻ അർളുഹ, ആ സ്വർഗത്തിന്റെ വീതി സമാവാത്തു വല്ലത്, ആകാശഭൂമിയുടെ അത്ര വിസ്താരമുള്ള
ആ സ്വർഗം ലഭിക്കാൻ നിങ്ങൾ പശ്ചാത്താപിക്കുവാൻ തൗബ ചെയ്യുവാൻ നിങ്ങൾ മുന്നോട്ട് വരിക. മുത്തക്കികൾക്ക് വേണ്ടി തയ്യാറായി. മതയുദ്ധ കാലത്ത് ഉമേറുന്ന സഹാബി ഉണക്കക്കാരൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നബിസ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, ഹൂമുലൽ ജന്ന, സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറുവാണ്. അപ്പോൾ ആ സ്വർഗത്തിന്റെ വീതി ആകാശഭൂമിയുടെ അത്ര ഉണ്ട്. അപ്പോൾ ആ സഹാബി ബഹ് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പോൾ തന്നെ ആ സ്വർഗം ലഭിക്കണം, ഈ ഈത്തപ്പഴം തിന്നുന്ന സമയം പോലെ എനിക്ക് നീ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് രണാങ്കണത്തിലേക്ക് എടുത്തിട്ടാണ് ചരിത്രം. ഇൻഷാ അല്ലാഹ് അടുത്ത കുത്തുബയിൽ നമുക്ക് ബദർ യുദ്ധത്തെ കുറിച്ചായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് അതൊക്കെ കേൾക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, നമ്മൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കാഴ്ച പറയേണ്ട. നോമ്പ് നിർബന്ധമില്ലാത്തവർ, ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഗർഭിണികളും പാലൂട്ടുന്ന സ്ത്രീകളും. അവർക്ക് ആ സമയത്ത് നോമ്പ് നോൽക്കണ്ട, അവർക്ക് അതിന് സ്ഥിതിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞാൽ അവർ നോറ്റ് വീട്ടൽ നിർബന്ധമാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടത്. ഇനി നോമ്പ് കാലത്ത് ഭാര്യ ഭർത്താവ് തമ്മിൽ പകൽ സമയത്ത് ബന്ധമുണ്ടായാൽ അതും ഗൗരവമുള്ള ഒരു താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിൽക്കുന്നത്. ഒരു സഹാബി എന്നിട്ട് പറഞ്ഞു ഇവനോട്, ഹലക്തു യാ റസൂലല്ലാഹ്, പ്രവാചകരെ ഞാൻ നശിച്ചു. അപ്പോൾ നബി ചോദിച്ചു, മാതാ വക്ക, എന്താ സംഭവിച്ചത്? വക്കലത്തല സൗമിന്നഹ, ഈ പകൽ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയുമായി സാരീയ ബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഒരു അടിമയെ മോചിപ്പിക്കണം എന്നാണ്. അടിമത്തല്ലല്ലോ, അടിമയെ മോചിപ്പിക്കണം. അതിനൊരു കഴിയില്ല. എന്നാൽ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കാനാണ്, അതിനും അവന് കഴിയൂല. അപ്പോൾ 60 മിസ്റ്റിക്കുമാർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു, അതിനും അവന് കഴിയൂല. അപ്പോൾ ആരോ ഈ പാവിയെ സഹായിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൊട്ട ഈത്തപ്പഴം കൊണ്ടുവന്ന് കൊടുത്തു. ഇത് നീ സർവം ചെയ്യാന്ന് പറഞ്ഞു, സദക്കാ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഈ പരിസരത്ത് ഞാൻ ഏറ്റവും വലിയ പാവി ഞാനാണ്, ഞാൻ കൊടുത്ത ആരും വാങ്ങൂല. അപ്പോഴാണ് നബി ഒന്ന് ചിരിച്ചത്. ഇതൊന്നും ഞാൻ കഴിയാത്ത നീ എന്തിനു ചെയ്യുന്നില്ല. അപ്പോൾ നബി ഒന്ന് ചിരിച്ചു. അത് നമുക്ക് മനസ്സിലാവും. നിങ്ങട്ട് ഇവരോട് പറഞ്ഞു എന്താ പോയി നോമ്പ് നോൽക്കാൻ. അപ്പൊ മസ്തല പ്രകാരം ഇങ്ങനെ സംഭവിച്ചാൽ ഈ 60 മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കലോ, അതല്ലെങ്കിൽ 60 ദിവസം നോമ്പ് നോൽക്കലോ, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കലാണ് ചെയ്യേണ്ടത്. അതിന് പുറമെ ആ ആഴത്തെ നോമ്പ് നോൽക്കണമെന്ന് ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എഴുതി വെച്ചതിൽ കണ്ടു. ഈ നഷ്ടപ്പെട്ട നോമ്പ് 60 നോമ്പിന് പുറമേ എന്നുള്ള അഭിപ്രായമുണ്ട്. അതല്ല 60 നോമ്പ് നോറ്റാൽ മതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര അവിവേകം ഒന്നും ആരും ചെയ്യാൻ പോകണ്ട എന്ന് കുത്തുബയിൽ നിന്നും ഉപേക്ഷിക്കുകയാണ്. രണ്ടാമതായി പറയാനുള്ളത് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മളെ പെയിൻ പാലിയേറ്റീവിലേക്കുള്ള സദക്ക സഹായങ്ങൾ ചെയ്യുക. പെയിൻ പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹുങ്കും നമ്മുടെ ഈ ധിക്കാരൊക്കെ തീരണമെങ്കിൽ അവസാനിക്കാൻ പാലിയേറ്റീവിൻ്റെ വളണ്ടറായി പോയാൽ മതി. ഓരോ രോഗിയുടെ ചെന്നാൽ, ഞാൻ അതിൻ്റെ വളണ്ടറായി പോകുന്ന ആളാകൊണ്ട് എനിക്ക് കൂടുതൽ വേദനയുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് പോകാറില്ല, നമ്മുടെ നാട്ടിൽ പോകാറുണ്ട്. ഓരോ രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമ്മളെ അല്ലാഹു തആല നമുക്ക് കാണിക്കണം. ഒരു രോഗിയുടെ അടുത്ത് ചെന്നപ്പോൾ 2 കാല് മുറിച്ച് ഒരു ട്രൗസർ ഇട്ട് കിടക്കുന്ന ഒരു രോഗി, ഒരു ഷീറ്റ് കൊണ്ട് മേഞ്ഞ ഒരു വീട്, അതിൽ ഇയാളെ ഭാര്യയും മകൻ വേറെയും കിടത്തനാൻ്റെ മലയുടെ മുകളിൽ, അതിൽ അടുത്ത് വെച്ച് മരിച്ചു എന്ന് പറഞ്ഞു. 2 കാല് മുറിച്ചിരിക്കുക. മുറിക്കേണ്ട രോഗത്തിന് എന്താണ് ഡോക്ടർമാർക്കൂടെ മനസ്സിലായില്ല. ഈ പുകവലി കൂടുതലായിട്ടാണ് പറഞ്ഞെന്ന് പറഞ്ഞു. 2 കാല് മുറിച്ചിട്ടൊരാണ്. ഇപ്പം അടുത്ത് ഞാനൊരു രോഗിയുടെ അടുത്ത് ചെന്നു. അയാൾ ഈ അളന്നൊരു അങ്ങാടിയിലെ പള്ളിയിലെ മോദിനായുത്ര ഞാൻ അറിയില്ല, അയാൾ എന്നെ അങ്ങോട്ട് അറിയാം. ഞങ്ങൾ ചെന്നപ്പോൾ എന്നെ സ്വീകരിച്ചപ്പോൾ ഒരു കാല് തൂക്കിട്ടിരിക്കുന്നുണ്ട്, മറ്റേ കാല് ഞാൻ മടക്കി വെച്ചിരിക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കുമ്പോൾ ആ കാല് മുറിച്ചിരിക്കുകയാണ്. അത് മാത്രം അസുഖം ഉണ്ടായത്. അങ്ങനെ ഒരുപാട് മൂക്കിക്കിടി വയറിട്ട് മൂത്രം പോകാൻ പൈപ്പിട്ട് നമ്മൾ അവരുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അവർക്ക് എത്രയാണെന്നറിയാം. പാലിയേറ്റീവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സി ഹദീസിൽ പറഞ്ഞു, ഞാൻ രോഗിയായപ്പോൾ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല, ഞാൻ നഗ്നനായപ്പോൾ എന്തുകൊണ്ട് എന്നെ വസ്ത്രം ധരിപ്പിച്ചില്ല, ഞാൻ പട്ടിണി നടന്നപ്പോൾ എന്തുകൊണ്ട് എന്നെ ഭക്ഷണം കഴിപ്പിച്ചില്ല. ഖുദ്സി ഹദീസാ. അപ്പോൾ നമ്മൾ അല്ലാതെ ചോദിക്കും, പടച്ചോനെ നീ രോഗിയാവുകയോ? അവിടെ പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കുക. അതെ, ഞാൻ രോഗിയായി. നിന്റെ മഹല്ലിൽ, നിന്റെ പ്രദേശത്ത് എത്ര രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നു, നിന്റെ അടിമകൾ ഉണ്ടായിരുന്നു. അവരെ നീ സന്ദർശിക്കലാണ്, അവരെ നീ സഹായിക്കലാണ്, എന്നെ സന്ദർശിക്കൽ. അപ്പോൾ പെയിൻ പാലിയേറ്റീവിലേക്കും ഉള്ള സഹായ സാധനങ്ങൾ ചെയ്യുക. മറ്റൊന്ന് CH ദിനമായി ഡയാലിസിസ് ചെയ്യുവാനുള്ള സാമ്പത്തികമായ 2-ാം വെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും ഇന്നലെ ഇവിടുന്ന് ആളിനോട് വിളിച്ച് പറഞ്ഞത് ഓർമ്മപ്പെടുത്തുന്നു. ഹൈറുന്നാസി മനാഫിന്നാസി കേട്ടോ. നമ്മൾ എത്ര നിസ്കരിച്ചും കുറേ ഇബാദത്ത് ചെയ്തിട്ടൊന്നും അതൊക്കെ മൻഫാത്താണെങ്കിൽ നമ്മളാൽ കഴിയുന്ന
നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം, സമ്പത്ത്, വിദ്യാഭ്യാസം, ഇതൊക്കെ നമ്മളെ സമൂഹത്തിന്, നമ്മളടങ്ങുന്ന സമൂഹത്തിന് ഉപകാരപ്പെട്ടാൽ മാത്രമേ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പൂർണ്ണമായ ഒരു വിജയം കരസ്ഥമാക്കാൻ കഴിയും. നമ്മൾ സുഖമായി ജീവിക്കുന്നു, അയൽവാസി പട്ടിണി അടക്കുന്നു, നമ്മൾ നല്ല പാർപ്പത്തിൽ ജീവിക്കുന്നു, വീടില്ലാത്തടത്തിലുമുണ്ട്. അപ്പോൾ ഒരു കിഡ്നി രോഗിക്ക് ഒരു കിഡ്നി പോയാൽ ലക്ഷങ്ങൾ ചെലവാക്കണം. അല്ലാഹു തആല അത്തരത്തിലെ രോഗങ്ങളെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാട്ടെ. ഖൈറുന്നാസി മനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് ഏറ്റവും ജനങ്ങൾക്ക് തമ്മിൽ. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മുഖവിലക്കെടുത്ത് നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കിഡ്നി രോഗികൾ കോഴിക്കോട് കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള ഫണ്ടാണ് CIT ഡയാലിസിസ് സെൻ്ററിലേക്ക് എല്ലാവരും തന്നാൽ കഴിയുന്ന ദാനധർമ്മങ്ങളും സദക്കകളും ചെയ്യുക. ഒന്ന്. രണ്ടാമത് ഖുർആൻ ഒരുപാട് ഓതി തീർക്കുക, ഖുർആൻ ഓതുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, സുന്നത്ത് നിസ്കാരങ്ങൾ, തറാവീഹ് നമസ്കാരങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യുക. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ തെറ്റിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുവാനും ശ്രമിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ മരിച്ചുപോയ മാതാപിതാക്കൾ, മറ്റ് കുടുംബാദികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ പാപികളായ ഞങ്ങളുടെ ഭാഗത്തും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് റമളാൻ മാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു റബ്ബേ, ഈ മിമ്പറയുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു റബ്ബേ, ഞങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് പുറത്തു തന്നെ റബ്ബേ. ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഇതാ ഖേദിച്ചു മടങ്ങുന്നു. ഇനി ഒരിക്കലും ആ തെറ്റിലേക്കും കുറ്റത്തിലേക്കും ഞങ്ങൾക്ക് ഇനി ആയുസ് തരുന്ന കാലത്തോളം ഞങ്ങൾ പോവുകയില്ല എന്നിതാ ഞങ്ങൾ കൂട്ടമായി പശ്ചാത്താപിക്കുന്നു, തൗബ ചെയ്യുന്നു. ഞങ്ങളെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാവങ്ങൾ ഞങ്ങൾക്ക് ഇനി പുറത്തു തരണേ തമ്പുരാനെ. അതുപോലെ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കുടുംബാദികൾക്ക് ആഫിയത്തോട് ദീർഘായുസ്സും ആരോഗ്യം നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തോട് ദീർഘായുസ്സും ആരോഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്ത് തന്നെ തമ്പുരാനെ. മാറിയ രോഗങ്ങളും അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തി രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഹലാലായ മാർഗത്തിലുള്ള എല്ലാ ബിസിനസ്സിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ കടങ്ങളും കഷ്ടപ്പാടുകളും തീർത്ത് തന്നെ റബ്ബേ. ഞങ്ങളെ കടത്തോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കരുതേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ റബ്ബേ. അവരുടെ പഠനത്തിലും ജോലിയിലും നീ റഹ്മത്ത് ചെയ്യണേ, അനുഗ്രഹിക്കണേ തമ്പുരാനെ. മാതാപിതാക്കൾ നന്മ ചെയ്യുന്ന മക്കളാക്കണേ റബ്ബേ. ഞങ്ങളെ പെൺകുട്ടികൾ പഠിക്കുന്നവരുണ്ട്, അവരെ പഠനത്തിൽ വിജയിപ്പിക്കണേ തമ്പുരാനെ. അവർക്ക് നല്ല ജോലി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കണേ തമ്പുരാനെ. അവരുടെ വിധവകളും അഗതികളും നീ ആക്കരുതേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങൾ ജീവിക്കുന്ന കാലം അന്തസ്സും അഭിമാനത്തിലും ഇജ്ജത്തിലും ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ആരെങ്കിലും ഞങ്ങൾക്ക് ശത്രുക്കളോ അതുപോലെ തന്നെ അസൂയാലുക്കളോ ഉണ്ടെങ്കിൽ അവരുടെ ശത്രുതയിൽ നിന്നും അസൂയയിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തേ തമ്പുരാനെ. എല്ലാ ശത്രുക്കളെയും നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. റഹ്മാൻ റബ്ബെ, അവസാനം ഞങ്ങൾ എല്ലാവരും ഈമാൻ കിട്ടി മരിപ്പിക്കണേ റബ്ബെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين وذل الشرك والمشركين واحل الكفرة والظالمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.